കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടതെങ്ങനെയെന്ന് ആലോചന നടത്തി. ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. അനേകം പേർ അവനെ അനുഗമിച്ചു. അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി. തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ്. ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ച് കേട്ട സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായമാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുക, ഈശോ സാബത്തിനെക്കുറിച്ചുള്ള ചില പ്രഭാഷണങ്ങൾ നടത്തുകയാണ്. ആ കാലഘട്ടത്തിൽ ദൈവജനത്തിനുണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകളെ, സാബത്തിനെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളെ കർത്താവ് പൊളിച്ചെഴുതുകയാണ്. അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് നമ്മൾ കാണും, കൈശോഷിച്ച ഒരുവൻ സാബത്തിൽ രോഗശാന്തിക്കായിട്ട് വരും. യേശു എന്ത് ചെയ്യും? ആ കൈശോഷിച്ചവനെ സാബത്തിൽ രോഗശാന്തി നൽകി അവൻ്റെ കൈയൊക്കെ ശരിയാക്കും. ഇത് യഹൂദരെ വല്ലാതെ ചൊടിപ്പിച്ചു. കാരണം സാബത്തിൽ രോഗശാന്തി കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ളത് അവരുടെ നിയമത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അത് അവർ വല്ലാതെ ചൊടിപ്പിച്ചു. എന്നിട്ട് അവർ യേശുവിനെ കൊല്ലാനുള്ള വഴി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ യേശു ചെയ്തത് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കുറിച്ചുള്ള ആത്യന്തികമായൊരു ദൈവിക പദ്ധതിയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറേണ്ടത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത്, അവൻ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ ദൈവം നിശ്ചയിച്ച സമയത്ത് കാൽവരിയിൽ തൻ്റെ ബലി പൂർത്തീകരിച്ച് അങ്ങനെ ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കണം. അപ്പോൾ ഇവിടെ ഇവർ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ അതിനുള്ള തീരുമാനമെടുത്തപ്പോൾ യേശു ചെയ്തത് എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യേശു അവരിൽ നിന്നും പിൻവാങ്ങി. അപ്പോൾ അവരെ കൺഫ്രണ്ട് ചെയ്യാൻ പോയില്ല, അവിടെ എതിർക്കാൻ പോയില്ല, അവിടെ നിന്ന് വലിയ വാചകടിക്കാനോ വാചക കസർത്ത് കാണിക്കാനോ പോയില്ല. കാരണം എന്താ? ഈശോയ്ക്കറിയാം ഈശോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴികളും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും തീരുമാനം എന്താണെന്നറിയാം. നമ്മൾ ചില വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൺഫ്രണ്ട് ചെയ്യേണ്ടെന്നല്ല, നമ്മളതിനെ കൃത്യമായ സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയണം, അതല്ല എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ ദൈവീക പദ്ധതിയും എന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവത്തിൻ്റെ നിയോഗവും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മളൊരു എടുത്തുചാട്ടത്തിന് പോകരുതെന്നുള്ള വിവേകപൂർണമായൊരു തീരുമാനമാണ് ഇവിടെ യേശു എടുത്തത്. പ്രധാന പുരോഹിതൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ യേശു വളരെ ബോൾഡായിട്ട് പ്രധാന പുരോഹിതനോട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ചോദിക്കുന്നത്, പ്രധാന പുരോഹിതൻ ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും യേശു വളരെ ബോൾഡായിട്ട് ധൈര്യത്തോടെ പറയുന്നുണ്ട്, ഉന്നതത്തിൽ നിന്നും ശക്തി തന്നില്ലായിരുന്നെങ്കിൽ, അനുവാദം തന്നില്ലായിരുന്നെങ്കിൽ നിനക്കത് തൊടാൻ പോലും പറ്റില്ലായിരുന്നു എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ യേശു കൺഫ്രണ്ട് ചെയ്യേണ്ട പല സ്ഥലങ്ങളിലും യേശു കൺഫ്രണ്ടേഷൻ നടത്തുന്നുണ്ട്.
ദേവാലയത്തിൽ കച്ചവടം നടക്കുന്നത് കണ്ടപ്പോൾ യേശു അപ്പോൾ തന്നെ അവിടെ ചാട്ടവാറുണ്ടാക്കി അവിടെ കച്ചവടം നടത്തിയിരുന്നവരെ ആ സമയം തന്നെ അടിച്ച് പുറത്താക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത യേശു തന്നെ കൊല്ലാനുള്ള ഇവരുടെ പദ്ധതി പ്ലാൻ ചെയ്തപ്പോൾ യേശു അവിടെ നിന്ന് പിൻവാങ്ങി എന്നുള്ളത് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. യേശു പിൻവാങ്ങി. കാരണം യേശുവിനറിയാം അവിടെ നിന്ന് കഴിഞ്ഞാൽ, അവരെ അപ്പോൾ കൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവീക നിയോഗവും ദൈവീക പദ്ധതിക്കും തടസ്സമായിട്ടത് മാറാം. എനിക്ക് തോന്നുന്നു ഒത്തിരി കുടുംബ ബന്ധങ്ങൾ തകരുന്നതിൻ്റെയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടാനുള്ള ഒരു കാരണം ചില സാഹചര്യങ്ങൾ അതങ്ങോട്ട് മൂർദ്ധക്യത്തിലേക്കും അസ്വസ്ഥതകളിലേക്ക് എത്തുന്ന ചില കൺഫ്രണ്ടേഷനുകൾ, ചില കലഹത്തിൻ്റെ ആരംഭത്തിൽ അവിടെ വെച്ച് ആരെങ്കിലൊക്കെ ഒന്ന് പിൻവാങ്ങാൻ തയ്യാറായാൽ ഒത്തിരി പ്രശ്നങ്ങൾ തീരും. അതങ്ങനെ ഞാൻ പറഞ്ഞാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നടക്കണം, അതല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനുള്ള പരിശ്രമം നടക്കും. പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് നിസ്സാര കാര്യത്തിൽ തുടങ്ങി കുടുംബത്തിൽ വലിയ കലഹത്തിൽ പ്രശ്നത്തിലെത്തും. ആരെങ്കിലും ഒന്ന് പിൻവാങ്ങിയാൽ മതി. കാരണം ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അതെന്താണ്? സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ദാമ്പത്യം, ഒരു കുടുംബം മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ പദ്ധതി തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യം വരുമ്പോൾ നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവിക പദ്ധതിക്കാണ്. ഇപ്പം ഞാനീ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാനിവിടെ അതിൻ്റെ പിൻവാങ്ങാതെ അവിടെ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ എൻ്റെ ദാമ്പത്യം തകരുമോ, എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടോ, എൻ്റെ കുടുംബത്തിലെ ബന്ധത്തിന് അസ്വസ്ഥതകളുണ്ടാകോ എന്ന് ചിന്തിക്കാനുള്ള വിവേകമാണ് ഇന്ന് നമുക്ക് നമ്മുടെ പല കുടുംബങ്ങളിലും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. യേശുവിന് ആ വിവേകം ഉണ്ടെന്ന് യേശു പിൻവാങ്ങി. അവിടെ നിന്ന് ഒച്ചപ്പാട് ബഹളമൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അല്ലെ, ഇപ്പോൾ അവിടെ കർത്താവിന് ചോദിക്കാൻ വരുന്നു, എന്ത് സാപത്തിൽ ലോകശാന്തി എടുത്തു, കുഴപ്പമുണ്ടോ? അവൻ്റെ ജീവിതത്തെ റെസ്റ്റോർ ചെയ്യുന്നതിന് എന്നാ കുഴപ്പം? കർത്താവിനും പറയാൻ വരുന്നു. അവിടെ അങ്ങനെ ഒന്നുമില്ല. യേശു വന്നിട്ട് എന്താ, മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ രോഗശാന്തി, വചനപ്രഘോഷണം, ശുശ്രൂഷകൾ യേശു തുടരുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിത് ആരോട് പറയാനൊന്നും പോകണ്ട, ആരോട് സംസാരിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് യേശു അവരോട് പറഞ്ഞു വിടുകയാണ്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിരന്തരം കൊണ്ടു നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അത് ഏത് ജീവിതത്തിൻ്റെ വിളിയാകട്ടെ, പൗരോഹിത്യ സമർപ്പണ ജീവിതത്തിലാണെങ്കിലും ഇന്ന് അനേകർ ഈ പൗരോഹിത്യ സമർപ്പണ ജീവിതം വിട്ടുപേക്ഷിക്കാനുള്ള ഒരു കാരണം തന്നെ അനാവശ്യമായ ചില ജീവിതത്തിൻ്റെ ഇടപെടലുകൾ കാരണമാണ്. പിൻവാങ്ങേണ്ട ചില ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പിൻവാങ്ങാൻ തയ്യാറാകാതെ പോയതുകൊണ്ടാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വൈകാരിക മനുഷ്യന് മുറിവേൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകോ, നമ്മുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകോ, നമ്മുടെ വിശുദ്ധ ജീവിതത്തെ തകർത്ത് കളയാനുള്ള സാധ്യതയിലേക്കാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? അതിൽ നിന്ന് പിൻവാങ്ങണം. നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറില്ലേ, മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ അത് പാപത്തിലേക്ക് നിന്നെ നയിക്കുമെന്ന് തോന്നിയാൽ അതിൽ നിന്ന് പിൻവാങ്ങാനുള്ളൊരു ധൈര്യം നമുക്ക് വേണം. അതല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള പദ്ധതി അതിലൂടെ തകർന്നു പോകും. എന്നെക്കുറിച്ചുള്ള വിശുദ്ധ ജീവിതത്തിൻ്റെ പദ്ധതി തകർക്കാൻ അത് മതി. എൻ്റെ വിശ്വാസ ജീവിതം തകരുന്ന ചില സാധ്യതകൾ, ചില കോണുകൾ, ചില നവമാധ്യമങ്ങളുടെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിലേക്ക് ഞാൻ നിരന്തരം എന്നെ ചേർത്ത് വെച്ചാൽ എൻ്റെ വിശ്വാസം ഭാവിയിൽ തകരും, ദൈവത്തോടുള്ള എൻ്റെ ബന്ധം തകരും, എൻ്റെ പ്രാർത്ഥന മുറിയാൻ ഒക്കെ സാധ്യതകളുണ്ടെങ്കിൽ അതിൽ നിന്നും എത്രയും പെട്ടെന്ന് പിൻവാങ്ങുക എന്നുള്ളതാണ് വിവേകം എന്ന് പറയുന്നത്. ചില ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ എൻ്റെ വിശുദ്ധ ജീവിതം തകരും. ചില ഫോൺ വിളികൾ, ചില ബന്ധങ്ങൾ ഇതെൻ്റെ വിശുദ്ധ ജീവിതത്തെ, എൻ്റെ ദാമ്പത്യ വിശ്വസ്തതയെ തകർക്കുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്നും പിൻവാങ്ങുക എന്നുള്ളത് വിവേകപൂർണമായ തീരുമാനമാണ്. അതല്ലാതെ കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാം എന്നാ ചെയ്യണ്ടേ എന്നൊക്കെ പറയുന്നത് അവിവേകത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ഇവിടെ യേശു ചെയ്ത വിവേകപൂർണമായ പ്രവൃത്തി തൻ്റെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ സമയത്തിന് മുമ്പേ അത് തകർക്കപ്പെടാനും തൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നതിന് തടസ്സമായി നിന്ന ഒരു സാഹചര്യം വന്നപ്പോൾ യേശു അതിൽ നിന്നും പിൻവാങ്ങി എന്നുള്ളത് ഇത് നമ്മുടെ വൈകാരികമായ ജീവിതത്തിൻ്റെ അനുഭവം. നിരാശയിലേക്ക് തള്ളിയിടുന്ന, ആകുലതകളിലേക്ക് തള്ളിയിടുന്ന, വിശ്വാസരഹിതമായ ഹൃദയ കാഠിന്യത്തിലേക്ക് നമ്മളെ തള്ളിയിടാൻ സാധ്യതയുള്ള, പാപത്തിലേക്ക് നമ്മളെ തള്ളിയിടാൻ, ഈ സാഹചര്യങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ നമ്മളൊരു വിവേകപൂർണമായ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കണം എന്നുള്ളതും ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അനുദിന ആത്മീയ വൈകാരിക മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മളെ തകർത്ത് കളയാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും
ഈശോയിൽ നിന്നും അകറ്റാൻ സാധ്യതയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പിറകോട്ട് പോകാനുള്ള ഒരു ധൈര്യം, അതൊരു ധൈര്യമാണ്. പിറകോട്ട് പോകാനുള്ള ഒരു ധൈര്യം പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.